ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീം അക്കാഡമി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ലൈറ്റിൻ്റെ ഫസ്റ്റ് പാർട്ടായ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ സ്പെറിക്കൽ മിറേഴ്സ്, റേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാമെന്നും മിറർ ഫോർമുല ഉപയോഗിച്ച് ഇമേജ് ഡിസ്റ്റൻസ് കണ്ടെത്താനും പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈറ്റിൻ്റെ അടുത്ത പ്രധാന ഭാഗമായ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. എല്ലാ കുട്ടികൾക്കുള്ള ഡൗട്ടാണ്, എന്താണ് റിഫ്ലക്ഷനും റിഫ്രാക്ഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഒരു മീഡിയത്തിൽ തട്ടുമ്പോൾ ബൗൺസിങ് ബാക്ക് ചെയ്യുന്നു അല്ലേ, അത് തിരിച്ച് റിട്ടേൺ വരുന്നു. എന്നാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ അതിനൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടാവുന്നു, അതിൻ്റെ പാത്തിനൊരു ചേഞ്ച് ഉണ്ടാവുന്നു. ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് നമുക്ക് പറയാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് നൽകാനും ശ്രമിക്കുക. വീഡിയോ മുഴുവനായി കാണാൻ നോക്കുക. നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കുന്നതിന് മുന്നേ ഒരു പ്രാക്ടിക്കൽ സിമുലേഷനൂടെ എങ്ങനെയാണ് ബെൻഡിങ് ഓഫ് ലൈറ്റ് നടക്കുന്നതെന്ന് നോക്കാതെ. അതിനുശേഷം നമുക്ക് ഡെഫിനേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു ടോർച്ച് ലൈറ്റ് എടുക്കാം. ഓക്കെ, ഈ ലൈറ്റ് നമുക്ക് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലൂടെ പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കാം. ടോർച്ചിൻ്റെ ലൈറ്റ് പാസ് ചെയ്യാണ്. ഇതിലൊരു ഫസ്റ്റ് മീഡിയം എയർ ആണ്, സെക്കൻഡ് മീഡിയം എന്താണ്, വാട്ടറാണ്. വാട്ടറിലൂടെ കിടക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ടല്ലോ ലൈറ്റിന്. ഇത് നേരെ മറിച്ച് കറക്റ്റ് പെർപെൻഡിക്കുലർ രീതിയിലൊന്ന് അടിച്ചു നോക്കൂ, യാതൊരു ചേഞ്ചും നടക്കുന്നില്ല. നേരെ മറിച്ച് ചരിഞ്ഞു വരുമ്പോൾ, ഒബ്ലിക്കലി പ്ലേസ് ചെയ്യുമ്പോൾ, ഈ ടോർച്ച് ഒബ്ലിക്കലി ടച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസിൽ നിന്ന് രണ്ടാമത്തെ ഇൻ്റർഫേസിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു പാത്തിന് ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. നോക്കൂ, ഇത് എയർ ആണ്. എയറിന്ന് നേരെ വാട്ടറിലേക്ക് കിടക്കുകയാണ്. ട്രാൻസ്പാരൻറ്റ് മീഡിയമായ വാട്ടറിലേക്ക് നമ്മൾ ഈ ലൈറ്റ് കടത്തി വിടുമ്പോൾ അവിടെ എന്തുണ്ട്, പാത്തിന് ഡിഫറൻസ് ഉണ്ടല്ലേ. എങ്ങനെയാണ് ഈ ചേഞ്ചസ് ഉണ്ടാവുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേൾഡ് അത്ലറ്റ് ഉണ്ടല്ലേ, ഉസൈൻ ബോൾട്ട്. ഉസൈൻ ബോൾട്ട് 2009 ഒരു വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. 100 മീറ്റർ റേസിൽ അദ്ദേഹം 9.58 സെക്കൻഡിൽ ഫിനിഷ് ചെയ്തു. ഇതേ ഉസൈൻ ബോൾട്ടിനെ കൊണ്ട് നമുക്ക് ആ സിന്തറ്റിക് ട്രാക്കിന് പകരം വേറെ 2 മെറ്റീരിയലും കൂടി ഉപയോഗിച്ച് ഓടിച്ചു നോക്കിയാലോ. ഒരു 9.58 സെക്കൻഡ് ടൈമിൽ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം അല്ലേ. നമ്മളൊരു ഇമാജിൻ, അദ്ദേഹത്തിന് നമ്മളൊരു മഡിലൂടെ ഓടിക്കുകയാണ് 100 മീറ്റർ റേസിൽ. അദ്ദേഹത്തിന് 9.58 സെക്കൻഡിൽ ആ മഡിലൂടെ ഓടി എത്താൻ കഴിയുമോ? കടൽ തീരത്തെ മണൽ, അതിലൂടെ അദ്ദേഹത്തെ ഒരു 100 മീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 9.58 സെക്കൻഡിൽ ടൈമിൽ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല അല്ലേ. അദ്ദേഹത്തിന് മെറ്റീരിയൽ ചേഞ്ച് അനുസരിച്ച് അദ്ദേഹത്തിന് ആ ഒരു കൃത്യസമയം 9.58 സെക്കൻഡ് ടൈമിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. എന്താണ് അവിടെ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ സ്പീഡിന്, വേഗതയ്ക്ക് അവിടെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലേ. ആ വേഗതയുടെ മാറ്റം അനുസരിച്ച് അദ്ദേഹത്തിന് സമയത്തിന് വ്യത്യാസം വരും. അതുതന്നെയാണ് നമ്മുടെ ഇവിടെ ലൈറ്റിന് സംഭവിക്കുന്നത്. ലൈറ്റ് ഒരു വേഗത്തിലൂടെ 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ വരുന്ന ലൈറ്റ് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുകയാണ്, ഒരു വാട്ടറിലേക്ക് കടക്കുകയാണ്. ലൈറ്റിൻ്റെ സമയത്തിന് ചേഞ്ച് വരുന്നുണ്ട്. ഉസൈൻ ബോൾട്ടിന് വരുന്ന അതേപോലെ തന്നെ ലൈറ്റിനും എന്ത് പറ്റുന്നുണ്ട്, സ്പീഡിന് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. 3.8 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ വരുന്ന ലൈറ്റിന് വേറൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ, വാക്വത്തിൽ നിന്നും എയറിൽ നിന്നും വേറെ വാട്ടറിലേക്ക് കടക്കുമ്പോൾ ഒരു സ്പീഡ് ചേഞ്ചസ് വരുന്നു. ആ ചേഞ്ചസ് തന്നെയാണ് ഇവിടെ പാത്തിനുള്ള ഡിഫറൻസിന് കാരണം. ഈ പാത്ത് ചേഞ്ച് ചെയ്യാനുള്ള കാരണം ആ സ്പീഡിന് ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ്. ക്ലിയർ ആയല്ലേ? നോക്കൂ, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്താണ് ഡെഫിനിഷൻ? When light traveling obliquely from one medium to another, the direction of propagation of light in the second medium changes. This phenomena is known as refraction of light. Refraction of light എന്താണെന്ന് മനസ്സിലായില്ലേ? എങ്ങനെയാണ് അത് ബെൻഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഉസൈൻ ബോൾട്ടിന് കൊടുത്ത പോലെ തന്നെ നമുക്ക് ഈ ലൈറ്റിനും ഡിഫറെൻറ്റ് മീഡിയംസ് കൊടുക്കുകയാണ്. നമ്മൾ ലൈറ്റ് എയറിലൂടെ കടത്തി വിടുന്നു. ലിക്വിഡ്സ് ആയ ഐസ്, വാട്ടർ, ആൽക്കഹോൾ എന്നിവയിലൂടെയും ഈ ലൈറ്റിനെ നമ്മൾ പാസ് ചെയ്യുകയാണ്. ഇപ്പം ലൈറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡിൽ വരുന്ന
സ്പീഡിൽ വരുന്ന ഈ ലൈറ്റ് ഈ പദാർത്ഥങ്ങൾ ഈ മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് അവിടെ ചേഞ്ചസ് വരുന്നത്? സ്പീഡിന് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഫ്ലൂയിഡ്സ് എടുത്തു അല്ലെ, ഐസ്, വാട്ടർ, ആൽക്കഹോൾ എടുത്തു. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്നത് ഫ്യൂവൽസ് എടുക്കുകയാണ്. ഫ്യൂവൽസ്, കെറോസിൻ, കോട്സ്, ടർപ്പൻ്റ് ഓയിൽ, ബെൻസിൻ, ഇതെടുത്തും പരീക്ഷിച്ച് നോക്കുകയാണ്. ഇതിന് സ്പീഡ് ചേഞ്ച് വരുന്നുണ്ട്, തീർച്ചയായിട്ടും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മൾ ക്രൗൺ ഗ്ലാസ് എടുക്കുന്നു, കനേഡിയൻ ബാൽസം എടുക്കുന്നു, റോക്ക് സോൾട്ട് എടുക്കുന്നു, കാർബൺ ഡൈസൾഫൈഡ് എടുക്കുന്നു, ഫ്ലിൻറ്റ് ഗ്ലാസ് എടുക്കുന്നു, കൂടാതെ ജെം സ്റ്റോൺസ് അല്ലെ, ജെം സ്റ്റോൺസ് എല്ലാവർക്കും അറിയുന്ന റൂബി, റെഡ് കളറുള്ള റൂബി, സഫയർ, ബ്ലൂ കളറുള്ള സഫയർ, ഡയമണ്ട്, ഇവയിലൂടെ എല്ലാം നമ്മൾ ലൈറ്റ് പാസ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നുണ്ട്? അതിന് സ്പീഡ് ചേഞ്ച് ആവുന്നുണ്ട്. നമുക്ക് എല്ലാ ലൈറ്റും നമുക്ക് വേണമെന്നില്ല അല്ലേ. നമുക്ക് ചില സ്ഥലത്ത് ലൈറ്റ് ഫുള്ളും വേണമെന്നില്ല, ചില സ്ഥലത്ത് ലൈറ്റ് കൂടുതൽ വേണമെന്ന് വരും. ലൈറ്റ് കുറയേണ്ട സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഓരോ ഇതുപോലത്തെ മെറ്റീരിയൽസ് നമുക്ക് പരീക്ഷിച്ച് നോക്കി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളപ്പോൾ ഓരോ മീഡിയംസ് നോക്കിയല്ലേ, എയർ, ഐസ്, വാട്ടർ, ആൽക്കഹോൾ, കെറോസിൻ, ഫ്യൂസ്ഡ് ഗോഡ്സ്, അങ്ങനെ ഇതുപോലത്തെ മീഡിയത്തിലൂടെ പോകുമ്പോൾ ലൈറ്റിന് എന്തുണ്ടാവുന്നുണ്ട്? സ്പീഡിന് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഓക്കെ, ഈ ചേഞ്ചസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലൈറ്റിന് സ്പീഡ് കുറയുന്നതും കൂടുന്നതിനനുസരിച്ച് രണ്ട് മീഡിയമായിട്ട് ഇതിനെ മാറ്റാം. ഓക്കെ, ഒരു മീഡിയത്തിൻ്റെ പേര് ഒപ്റ്റിക്കലി റെയറർ മീഡിയം. ഓക്കെ, ഒപ്റ്റിക്കലി റെയറർ മീഡിയത്തിൽ എന്താണ് ലൈറ്റിന് സംഭവിക്കുന്നത്? ലൈറ്റിൻ്റെ സ്പീഡ് എപ്പോഴും കൂടുതലായിരിക്കും, ലൈറ്റിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആയിരിക്കും, ഹയർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ മീഡിയം എന്താണ്? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഇവിടെ എങ്ങനെയായിരിക്കും? ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയത്തിൽ സ്പീഡ് കുറവായിരിക്കും. ഈ ഡെൻസർ മീഡിയത്തിലേക്ക് കടന്ന സ്പീഡ് കുറവായിരിക്കും. ഇപ്പം എയർന്ന് വരുന്ന എയറിനെ നമുക്ക് എന്ത് പറയാം? റെയർ മീഡിയം എന്ന് പറയും. വാട്ടറിനെ ഡെൻസർ മീഡിയം എന്ന് പറയും. എയർന്ന് വാട്ടറിലേക്ക് കിടക്കുമ്പോൾ എന്ത് പറ്റും? സ്പീഡിന് കുറവുണ്ടാവും. ഓക്കെ, ഇനി വാട്ടറിന് വേറൊരു ഇപ്പോൾ വാട്ടർ റെയർ മീഡിയം ആവുന്ന കണ്ടീഷനിൽ അത് കെറോസിനിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അവിടെയും അപ്പോൾ വാട്ടർ എന്താവും? റെയർ മീഡിയവും. ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം ഏതായിരിക്കും? കെറോസിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കിയല്ലേ, രണ്ട് മീഡിയത്തിനെ കുറിച്ച് നോക്കി. എന്താണ്? ഒപ്റ്റിക്കലി റെയർ മീഡിയം, ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് റൂളുകളാണ്, റൂൾ 1 ആൻഡ് റൂൾ 2. എന്താണ് ഒന്നാമത്തെ റൂളിൽ പറയുന്നത്? നമ്മൾ ഒരു ലൈറ്റ് റെയറർ മീഡിയത്തിൽ നിന്ന് റെയറർന്ന് ഡെൻസറിലേക്ക് കിടക്കുക. ഓക്കെ, ആറിന്ന് ഡിയിലേക്ക് വരികയാണ്, R to D. എന്താ സംഭവിക്കുക അവിടെ? നമ്മുടെ ലൈറ്റിന് എന്ത് പറ്റും? ലൈറ്റ് വരികയാണ്. ലൈറ്റ് എന്ത് ചെയ്യും? അടുത്ത മീഡിയത്തിലേക്ക് എത്തുമ്പോൾ നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്തിരിക്കും. ബെൻഡ് ടുവാർഡ്സ് നോർമൽ. ഇത് എയർ ആണ്, ഇത് വാട്ടർ ആണ്. ലൈറ്റ് ബെൻഡ് ചെയ്യുമല്ലേ, ലൈറ്റ് എങ്ങോട്ടാ ബെൻഡ് ചെയ്യുക? ടുവാർഡ്സ് നോർമൽ, നോർമലിലേക്ക് ബെൻഡ് ചെയ്തിരിക്കും. ഇവിടെ എപ്പോഴും എങ്ങനെയായിരിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. എവിടെയാണ്? റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമ്മൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകണം എന്ന് വെച്ചാൽ സ്പീഡ് കുറവുള്ള അവിടെ നിന്ന്, സ്പീഡ് ഇവിടെ കുറവാണ്, ഡെൻസർ മീഡിയത്തിൽ കുറവുള്ളവരിന്ന് സ്പീഡ് കൂടുതലുള്ളവിടേക്ക് പോവുകയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ഏതൊന്ന് പോവാം? നമുക്ക് കെറോസിൻ നിന്ന് വാട്ടറിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ എന്താ സംഭവിക്കാം? ഇത് നോർമൽ, ഇത് കെറോസിൻ എന്ന് വരികയാണ്, വാട്ടറിലേക്ക് എന്ത് ചെയ്യും?
ഇത് ബെൻഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇത് എങ്ങോട്ട് ബെൻഡ് ചെയ്യും? ബെൻഡ് എവേ ഫ്രം നോർമൽ. ഇത് നോർമൽ എന്ന് അങ്ങോട്ട് പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് ശരിയാണോ എന്ന് ഒരു പ്രാക്ടിക്കൽ സിമുലേഷൻ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിവിടെ ഒരു ലൈറ്റ് റേസ് എവിടെ നിന്നാണ് വരുന്നത്? റെയറർ മീഡിയമായ എയറിൽ നിന്നും ഡെൻസർ മീഡിയമായ വാട്ടറിലേക്ക് കടക്കുകയാണ് ലൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു നോർമൽ വരയ്ക്കാം. കാണോ, ഇതാണ് നോർമൽ. ഇനി നമുക്ക് പഠിച്ചോ എന്താണ്? നമ്മൾ റെയർ മീഡിയയിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ നമ്മളപ്പോൾ പഠിച്ചു അല്ലേ? അപ്പോൾ റെയർ മീഡിയയിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ എങ്ങോട്ടായിരിക്കും അതിൻ്റെ പാത്ത്? ടുവേർഡ്സ് നോർമൽ അല്ലേ? അപ്പോൾ ഇത് ടുവേർഡ്സ് നോർമലാണോ നോക്കാനായിട്ട് നമുക്ക് ആംഗിൾ ഒന്ന് പരിശോധിക്കാം. ആംഗിൾ നോക്കും. നമ്മളൊരു 45 ഡിഗ്രി ആംഗിളിലാണ് എന്ത് ചെയ്യുന്നത്? ഒരു ലൈറ്റ് പാസ് ചെയ്യുന്നത് റെയർ മീഡിയത്തിലൂടെ. അത് നമ്മൾ ഡെൻസർ മീഡിയത്തിലെത്തിയപ്പോൾ, വാട്ടറിലേക്ക് എത്തിയപ്പോൾ എത്രയായി? 32 ഡിഗ്രി. അപ്പോൾ അത് എങ്ങോട്ട് വന്നു? ടുവേർഡ്സ് നോർമൽ. നോർമലിന് അടുത്തേക്കാണ് വന്നിരിക്കുന്നത്. കൂടാതെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് 45 ഡിഗ്രി എന്നുള്ളത് കണ്ടില്ലേ? നോർമൽ എന്നാണ് എപ്പോഴും ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 45 ഡിഗ്രി എന്നുള്ളത് ഇപ്പോൾ എത്രയായി? 32 ഡിഗ്രി ആയില്ലേ? കുറഞ്ഞു അല്ലേ? ആംഗിൾ കുറഞ്ഞു, മീൻസ് ഇത് ടുവേർഡ്സ് നോർമലിലേക്ക് വന്നു. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ പറഞ്ഞത്. റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമൽ ആയിരിക്കും അതിൻ്റെ ആംഗിൾ എന്നുള്ളത്, അതിൻ്റെ പാത്ത് എന്നുള്ളത്. ഇനി നമുക്ക് ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് പോവാം. ഓക്കെ, നോക്കൂ, അതേ ഡിഗ്രി തന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ് എടുക്കുകയാണ്. ഗ്ലാസ് ആണ് ഇവിടുത്തെ ഡെൻസർ മീഡിയം. ഓക്കെ, ഏറ്റവും കൂടുതലാണല്ലോ ഡെൻസർ മീഡിയം, അവിടെ സ്പീഡ് കുറവായിരിക്കും. അപ്പോൾ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയമായ വാട്ടറിലേക്ക് നമ്മൾ ഇതേ ലൈറ്റ് റേസ് പാസ് ചെയ്യണം. അപ്പോൾ നോക്കൂ, ഇവിടെ 45 ഡിഗ്രി ആംഗിളിൽ നമ്മൾ ഗ്ലാസ്സിലൂടെ കൊടുത്ത ലൈറ്റ് നമ്മളെ ഇപ്പോൾ ഇവിടെ റെയറർ മീഡിയം ഏതാണ്? വാട്ടർ ആണല്ലേ? ഈ റെയറർ മീഡിയത്തിലെത്തിയപ്പോൾ എന്തുപറ്റി? 52.7 ഡിഗ്രിയിലേക്ക് അത് മാറിയില്ലേ? എന്ന് വെച്ചാൽ നോർമലിൽ നിന്നും പോവാണ്, ബെൻഡിങ് കൂടിയില്ലേ? എവേ ഫ്രം നോർമലായി അല്ലേ? അപ്പോൾ ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ ലൈറ്റിന് എന്ത് പറ്റുന്നുണ്ട്? ഡീവിയേഷൻ കൂടിയില്ലേ? റെയർ ബെൻഡിങ് കൂടി, അപ്പോൾ എവേ ഫ്രം നോർമലാണ് പോയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. ഇപ്പോൾ നമ്മൾ ഒരു പ്രാക്ടിക്കൽ സിമുലേഷനിലൂടെ ഇത് വ്യക്തത വരുത്തിയിട്ടുള്ളതാണ്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി നോക്കണം. ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലേ? 52.7 ഡിഗ്രീസ് ഗ്രേറ്റർ ദാൻ എന്താണ്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 45 ഡിഗ്രി അല്ലേ? ഇവിടെ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എത്ര കിട്ടിയത്? 52 ഡിഗ്രി. കൂടുതലല്ലേ? എന്തിനേക്കാളും? ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടുതലാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇനി നമുക്ക് ഇതിനെ സംബന്ധിച്ചുള്ള 2 ലോയിലേക്ക് കിടക്കും. ഇത് നമുക്ക് എക്സാമിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലോ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. നമ്മളൊരു ഗിവൺ പെയേഴ്സ് ഓഫ് കളേഴ്സ് എടുക്കുകയാണ്. ഇനി ഇതിൽ ഏത് ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് ഏതെടുത്താലും നമുക്കിതിൻ്റെ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും നോർമലും എല്ലാം സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇത് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ എല്ലാം തന്നെ ഒരേ പ്ലെയിനിൽ തന്നെ ആയിരിക്കും. അതിന് പ്ലെയിനിൽ വ്യത്യാസം ഒന്നും ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ ലോ എന്താ പറയുന്നത്? ഈ ഗിവൺ പെയേഴ്സ് ഓഫ് ഏതാണെങ്കിലും, ഗിവൺ പെയേഴ്സ് ഓഫ് കളേഴ്സോ മീഡിയം ആയിക്കോട്ടെ, ഇവിടെ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൈൻ ആംഗിളായിട്ടാണ്. അത് സൈൻ ഓഫ് ഇൻസിഡൻറ്റ് റേയും സൈൻ ഓഫ് റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ലോ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ നോക്കിയത്? റെയറിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ ടുവേർഡ്സ് നോർമൽ ആയിരിക്കും. ഡെൻസറിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും ലൈറ്റ് റേസ്. ഇനി റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 2 ലോസ് ഉള്ളത് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ഒന്ന് ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ ഇന്റർഫേസ് ഓഫ് 2 ട്രാൻസ്പാരന്റ് മീഡിയ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എപ്പോഴാണ്? ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ അല്ലെ? ഇനി രണ്ടാമത്തെ എന്താണ്? ദ റേഷ്യോ ഓഫ് സൈൻ ഓഫ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ഓക്കെ, പിന്നെ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ
സൈൻ ഐ ബൈ സൈൻ ആർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതിനെയാണ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ ആംഗിൾ 0 ലെസ് ദാൻ ഐ ലെസ് ദാൻ 90 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ കോൺസ്റ്റന്റിനെ നമുക്ക് എന്ത് പറയാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയും, എൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഇക്വൽ ടു എൻ അല്ലേ. ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ഈ കോൺസ്റ്റന്റ് പേരെന്താണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ, എന്താണ്, സൈൻ ഐ ബൈ സൈൻ ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റ് എന്താണ്, എൻ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു നമ്മുടെ ലൈറ്റ് അല്ലേ, ലൈറ്റിനെ എത്രത്തോളം ബെൻഡ് ചെയ്യാൻ ശേഷിയുണ്ടെന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മൾ നേരത്തെ നോക്കി കുറേ മീഡിയംസ് ഉണ്ടല്ലേ, അതിൻ്റെയൊക്കെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ എയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വേക്കമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പോൾ ഇതിനെ എത്രത്തോളം ബെൻഡ് ചെയ്യാം എന്ന് കാണിക്കുന്ന ഒരു നമ്പറാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പം നമുക്ക് ഓരോത്തിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് അല്ലേ. ഇതനുസരിച്ച് ഇത്രയും മടങ്ങ് ഇത് സ്ലോ ആയിട്ട് സഞ്ചരിക്കുന്നു. എന്തിനെ അപേക്ഷിച്ച്, എയറിനെയോ വേക്കത്തിനെയോ അപേക്ഷിച്ച് ലൈറ്റ് 1.31 എന്ന് പറഞ്ഞ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലാണ് എന്ത്, ഐസിൻ്റെ. അപ്പം ഇത്ര മടങ്ങ് സ്ലോ ആയിട്ടാണ് എന്ത്, ലൈറ്റ് ഐസിലൂടെ സഞ്ചരിക്കുക. അതുപോലെ വാട്ടറിലൂടെ 1.33 ആണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആൽക്കഹോളിലാകുമ്പോൾ 1.36. നോക്കൂ, 1.31, 1.33, 1.36. ഓക്കെ, ഇതാണ് ഫ്ലൂയിഡ്സിലൂടെ സഞ്ചരിക്കുമ്പോൾ. മറ്റു ഫ്ലൂയിഡ്സിലൂടെ പോകുമ്പോൾ എന്ത്, ഇതിന് ലൈറ്റിന് ഉണ്ടാവുന്ന സ്ലോ ഡൗൺ എന്ന് പറയുന്നത് 1.31 ടൈംസ് സ്ലോവർ ദാൻ എയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് കെറോസിൻ നോക്ക്, 1.44 അല്ലേ. കോട്സിലാവുമ്പോൾ 1.46, ടർപ്പൻ്റ് ഓയിൽ 1.47, ബെൻസിൻ 50 അടിച്ചു അല്ലേ, 1.50. ഓക്കെ, ഇതാണ് നോക്കൂ, ഇങ്ങനെ ഓരോന്നിൻ്റെ നോക്കൂ. ഇനി ക്രൗൺ ഗ്ലാസ് 1.52 അല്ലേ, ബാൽസം 1.53, റോക്ക് സോൾട്ട് 1.54. ഓക്കെ, ഇനി കാർബൺ ഡൈ സൾഫൈഡ് നോക്ക്, കാർബൺ ഡൈ സൾഫൈഡ് 1.63, പിൻ ഗ്ലാസ് 1.65. ഓക്കെ, ഇനി നമുക്ക് ജെം സ്റ്റോൺ എടുക്കാം അല്ലേ, 1.71 ടൈംസ് സ്ലോവർ ആയിരിക്കും, 1.77 ടൈംസ് സ്ലോവർ ആയിരിക്കും സഫയറിൽ. റെഡ് മീൻസ് റൂബി കേട്ടോ, 7.1 ആണ്. സഫയർ ബ്ലൂവിൽ എന്താണ്, 7.7. ഇനി ഇതിൻ്റെയൊക്കെ കിങ് ആരാണ്, ലൈറ്റിനെ ഏറ്റവും കൂടുതൽ സ്ലോ ഡൗൺ ചെയ്യുന്ന ആരാണ്, 2.42 ആയിട്ട് ആരുണ്ട്, ഡയമണ്ട് ആണ്. ഏറ്റവും കുറവ് എവിടെയാണ്, എയർ ആണ് സ്ലോ ഡൗൺ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ എങ്ങനെയാണ്, ഡയമണ്ട് ആണ് അല്ലെ, 2.42. നിങ്ങൾ ഈ ഒരു ഇത് ലിക്വിഡ് അതുപോലെ ഓയിൽ, ജെംസ്റ്റോൺ അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാൻ ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയത്, മനസ്സിലായോ? ഇനി നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഫോർമുല ഉപയോഗിച്ച് നമ്മൾ നോക്കിയത് ശരിയാണോ നോക്കാം. ബെൻസീൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയായിരുന്നു, ബെൻസീൻ 1.50 അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഫോർമുല നോക്കൂ, എൻ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, എൻ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ വാക്വം ഓർ എയർ എന്താണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഇനി സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ മീഡിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ബെൻസീനിൽ എത്രയെന്ന് നോക്കാം. അതിനെ നമുക്ക് വി എന്ന് കൊടുക്കാം. ഓക്കെ, സോ എൻ ഈസ് ഈക്വൽ ടു C/V. ഇത് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ മീഡിയം ആൻഡ് സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഇൻ ദ എയർ ഓർ വേക്കം ഈസ് C അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ എത്രയാണ് ഇവിടെ, 1.5 അല്ലേ. അപ്പോൾ നമുക്ക് വി കണ്ടുപിടിക്കാമല്ലോ. വി ഈസ് ഈക്വൽ ടു 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എത്രയാണ്, എൻ 1.5 അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കൂ 2 അല്ലേ. അപ്പോൾ 2 × 10⁸ മീറ്റർ. അപ്പോൾ കുറഞ്ഞില്ലേ, സ്പീഡ് കുറഞ്ഞില്ലേ. എൻ ഈസ് ഈക്വൽ ടു C/V. ഓക്കെ, ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് മനസ്സിലായില്ലേ.
അപ്പോൾ സ്പീഡ് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ മീഡിയം കമ്പയർ ചെയ്യണം ഏതുമായിട്ട്, സ്പീഡ് ഓഫ് ദ വാക്യൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കിട്ടും. ഇതിലോട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയല്ലേ, എന്താണ് n = c/v. c എന്താണ്, സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്കം, or air അല്ലേ, by speed of light in the medium, ഇനി നമുക്ക് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ രണ്ട് മീഡിയം എടുക്കണം, മീഡിയം 1, 2. ഓക്കെ, ഒരു മീഡിയം എയർ കൊടുക്കാം, മീഡിയം 1 കേട്ടോ, ബൈ മീഡിയം 2 ഗ്ലാസ്. ഓക്കെ, ഒരു ലൈറ്റ് റേ വരുന്നു, ഇത് നോർമൽ വരച്ചു, ലൈറ്റ് റേ താഴേക്ക് പോയി. ഓക്കെ, ഇവിടെ എന്ത് സംഭവിക്കുന്നത് വരച്ചു അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് എന്താണ്, v1 എന്ന് കൊടുക്കാം, ഇതിൻ്റെ സ്പീഡ് v2 എന്ന് കൊടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n21, ഇവിടുത്തെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം 2 കാണാൻ n21 എന്നും മീഡിയം 1 കാണാനായിട്ട് n12 എന്നും കൊടുക്കാം. ഇനി നമുക്ക് n21 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ n21 = സ്പീഡ് ഓഫ് ദ ലൈറ്റ്, എവിടെ, ഫസ്റ്റ് മീഡിയം ലൈറ്റ് എയർ അല്ലേ, ഫസ്റ്റ് മീഡിയം ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഗ്ലാസ് അല്ലേ, സെക്കൻഡ്. സോ v1/v2. അപ്പോൾ n21 = v1/v2 എന്ന് ചെയ്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി സെക്കൻഡ് മീഡിയം കിട്ടും. ഇനി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഫസ്റ്റ് മീഡിയം കിട്ടാനോ, 1, 2 = സ്പീഡ് ഓഫ് ലൈറ്റ്, എവിടെ, v2 ഗ്ലാസ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ്, എവിടെ, എയർ അല്ലേ, v1. അപ്പോൾ n12 = v2/v1. ഇത് ചെയ്താൽ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ട് മീഡിയത്തിലെയും കിട്ടും. ക്ലിയർ അല്ലേ. നമുക്ക് റിഫ്രാക്ഷൻ ത്രൂ എ റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ് ഒന്ന് നോക്കാം. നമ്മളൊരു റെക്റ്റാങ്കുലർ ഗ്ലാസ് സ്ലാബ് എടുക്കുകയാണ്. ഇതിൻ്റെ ഇവിടെ എയർ ആണ്, എന്ത് മീഡിയമാണ്, റെയറർ മീഡിയം. ഇവിടെ ഗ്ലാസ് ആണ്, എന്താണ്, ഡെൻസർ ആണ് അല്ലേ. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നൊരു ഇൻസിഡൻറ്റ് റേ വരിക, ഇൻസിഡൻറ്റ് റേ അല്ലേ, I1. ഓക്കെ, ഇതെന്ത് ചെയ്യും, റിഫ്രാക്റ്റ് ചെയ്യും അല്ലേ ഗ്ലാസ്സിൽ, ഡെൻസർ മീഡിയത്തിൽ പോകുമ്പോൾ. ഇതിനെ റിഫ്രാക്റ്റഡ് റേ എന്ന് വിളിക്കാം, R1. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും, റെയറർ മീഡിയത്തിൽ നിന്ന്, റെയർ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ സ്പീഡ് എന്തായിരിക്കും, ഇൻക്രീസ് ആയിരിക്കും അല്ലേ, സ്പീഡ് ഇൻക്രീസ് ആയിരിക്കും. ഇവിടെ സ്പീഡ് ഡിക്രീസ് ആയിരിക്കും, എന്തിൻ്റെ, ലൈറ്റിൻ്റെ. ഓക്കെ, ഇത് 3 × 10⁸ ആണെങ്കിൽ ഗ്ലാസ്സിലെത്തുമ്പോൾ 2 × 10⁸ m/s ആയി മാറും എന്ന് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും റിഫ്രാക്റ്റഡ് റേ, നോർമലിൻ്റെ അടുത്തേക്കാണോ പുറത്തേക്കാണോ, നോർമലിൻ്റെ അടുത്താണല്ലേ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും, ടുവേർഡ്സ് നോർമൽ ആയിരിക്കും ഈ റിഫ്രാക്റ്റഡ് റേ. ഇനി ഇത് നേരെ എന്ത് ചെയ്യും, തിരിച്ചു വീണ്ടും ഇത് ഗ്ലാസ് ആണ് അല്ലേ, ഇത് വീണ്ടും എയറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ റേനെ എന്ത് പറയും, എമർജൻറ്റ് റേ, എമർജൻറ്റ് റേ. ഇൻസിഡൻറ്റ് റേ എന്ന് നമ്മൾ ഒരു ലൈന് നേരെ നീട്ടി വരയ്ക്കുകയാണ്. ഓക്കെ, ഇതാണോ, ഇങ്ങനെ വരച്ചു. അപ്പം നമുക്ക് എന്ത് അറിയാൻ പറ്റും, എമർജൻറ്റ് റേ അല്ലേ, എമർജൻറ്റ് റേയും അതുപോലെ എന്ത്, ഇൻസിഡൻറ്റ് റേ പാരലൽ ആണെന്ന് കാണാൻ പറ്റും. ഇത് നോക്കാം, ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് I എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ആംഗിൾ ഓഫ് എമർജൻറ്റ് റേക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ അല്ലേ. ഇതാണ് റിഫ്രാക്ഷൻ ത്രൂ എ റെക്റ്റാങ്കുലർ സ്ലാബിലൂടെ മനസ്സിലാക്കാനുള്ളത്. ഇതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ സിമുലേഷൻസിലൂടെയും മറ്റും നോക്കിക്കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം ക്ലിയർ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇനി നമുക്ക് ഒരു റിയൽ ലൈഫ് ഫിനോമിന റിഫ്രാക്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം.
റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിൻ്റെ റിയൽ ലൈഫ് ഫിനോമിന നോക്കാനായിട്ട് ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ഗ്ലാസ്സും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഈ നാരങ്ങ ഈ ഗ്ലാസ്സിലേക്ക് ഡിപ്പ് ചെയ്യണം. ഇപ്പം നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ല അല്ലേ. ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നോക്കുക. അപ്പം നാരങ്ങയുടെ ലെവൽ നോക്കിയേ, നാരങ്ങ ഒരു ബിഗ് ആയല്ലേ, ബിഗ് സൈസായി. അതുപോലെ തന്നെ ഞാനൊരു നെല്ലിക്ക എടുക്കുകയാണ്. അത് നോക്കൂ, നെല്ലിക്ക. ഈ നെല്ലിക്ക വളരെ ചെറുതല്ലേ, ഇത് ഗ്ലാസ്സിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പം നോക്കൂ, പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല അല്ലേ. ഇനി ഞാൻ ഈ നെല്ലിക്കയിലേക്ക് അല്പം വെള്ളം ഒഴിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നോക്കൂ നിങ്ങൾ നെല്ലിക്കയുടെ ചേഞ്ചസ് ഉണ്ടോ? ഉണ്ടല്ലേ, ബിഗ് ആയല്ലേ. സ്മോളായിരുന്ന നെല്ലിക്ക ബിഗ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഞാനൊരു പെൻസിൽ എടുക്കുന്നുണ്ടോ, ഒരു ചെറിയൊരു പെൻസിൽ എടുക്കുകയാണ്. ഓക്കെ, ഗ്ലാസ് എടുക്കുന്നുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഡിപ്പ് ചെയ്ത് നോക്കാം എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് നോക്കാം. ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നോക്കൂ, നമ്മൾ പെൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രോക്കൺ ആയിട്ട് കാണും അല്ലേ, മുറിഞ്ഞ പോലെ ഉണ്ടല്ലേ, ഇല്ലെങ്കിൽ അത് ബെൻഡ് ചെയ്ത പോലെ ഉണ്ടല്ലേ. ക്ലിയർ അല്ലേ? നോക്കൂ, ഇതൊക്കെ റിഫ്രാക്ഷൻ ഒരു റിയൽ ലൈഫ് എക്സ്പെരിമെൻറ്റ്സ് ആണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാം. ഇതിനേക്കാളും കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ പെൻസിൽ മുറിഞ്ഞ് കിടക്കണ പോലെ ഉണ്ടാവും. ഓക്കെ, ഇനിയുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് ആകാശത്തേക്ക് നോക്കുക, അവിടെ നക്ഷത്രങ്ങൾ മിന്നുന്നുണ്ടാവും അല്ലേ. അത് നമുക്കൊരു അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ഒരു എക്സാമ്പിളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിനെ കുറിച്ച് കൃത്യമായി നോക്കിക്കഴിഞ്ഞു അല്ലേ. ഈ ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് നൽകാനും മറക്കരുത്. ഗൂഗിൾ സൈറ്റ്സിൽ ഇതിന് നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ അതും കൂടി ഒന്ന് നോക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.